ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ചേരുന്നു. ജ്യോതികുമാർ അന്ന് തന്നെ എതിർത്തതാണ് ഈ നിയമനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയും അത് പറഞ്ഞു. സുപ്രീം കോടതിയിലേക്ക് വീണ്ടും സർക്കാർ പോയി. അവിടെയും ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെക്കുകയാണ്. ആ നിയമനം ഇല്ലാതാകുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ആശ്രിത നിയമനം നടത്തേണ്ടത്, ആർക്കൊക്കെയാണ് ആശ്രിത നിയമനം നൽകാൻ കഴിയുന്നത് എന്ന് വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്, നിയമമുണ്ട്, ചട്ടമുണ്ട്. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി ഒരു MLA മരണപ്പെട്ടതിന്റെ പേരിൽ മാത്രം MLAയുടെ മകന് ആശ്രിത നിയമനം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കും, നിയമവിരുദ്ധമാണ് എന്ന് മുഴുവൻ ആളുകളും പറഞ്ഞതാണ്. എന്നാൽ ഒരു അപേക്ഷ പോലും ലഭിക്കാതെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആ MLAയുടെ പേരിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബാധ്യതകളും ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. മുഖ്യമന്ത്രിയുടെ MLAയുടെ മകന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി നൽകാൻ തീരുമാനിക്കുന്നു. ഇതൊക്കെ കേട്ടുകേഴ്വി പോലുമില്ലാത്ത നിയമവിരുദ്ധമായ പ്രവൃത്തികളാണ്. ഈ നിയമവിരുദ്ധമായ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് ഒരു ക്യാബിനറ്റാണ്, ഒരു മന്ത്രിസഭയാണ് എന്ന് പറയുമ്പോഴാണ് അതിന്റെ ദുരൂഹതയും അതിന്റെ ഗൗരവവും വർദ്ധിക്കുന്നത്. ഒരു ക്യാബിനറ്റിന് എങ്ങനെയാണ് ഒരു പേപ്പർ പോലും ഇല്ലാതെ, ഒരു അപേക്ഷ പോലും ഇല്ലാതെ, ഒരു ക്യാബിനറ്റ് നോട്ട് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുക? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് MLA മരണപ്പെട്ടാൽ MLAയുടെ ബാധ്യതകൾ ഏറ്റെടുക്കുക, MLAയുടെ മകന് യോഗ്യതയ്ക്കനുസരിച്ച് ജോലി നൽകുക, ആ പദവി സൂപ്പർ ന്യൂമറി ആണെന്ന് പറഞ്ഞ് അത് ലഘൂകരിക്കാൻ ശ്രമിക്കുക. സൂപ്പർ ന്യൂമറി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് സമയബന്ധിതമായി പ്രൊമോഷൻ നൽകേണ്ടതില്ലേ? അപ്പോൾ പ്രൊമോഷൻ പോസ്റ്റുകളെ ഇത് ബാധിക്കില്ലേ? ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടും സർക്കാർ ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ചെയ്തത് ആ അധികാരം കയ്യിലുണ്ട് എന്നതിന്റെ അഹങ്കാരത്തിലും അഹന്തയിലും ധിക്കാരത്തിലും ദാർഷ്ട്യത്തിലുമൊക്കെയാണ്. എന്നാൽ ഇത് തെറ്റായിരുന്നു എന്ന് പ്രതിപക്ഷവും പൊതുസമൂഹവും പറഞ്ഞെങ്കിലും പിന്നീട് ഹൈക്കോടതി വരെ കേസ് നടത്തി, വ്യവഹാരം നടത്തി. ഹൈക്കോടതിയിൽ അത് പരാജയപ്പെട്ടു. ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു, ആശ്രിത നിയമനത്തിന്റെ പരിധിയിലേക്ക് ഈ നിയമനം പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു ഹൈക്കോടതി. പക്ഷെ അന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഈ പ്രത്യേക അധികാരം വിനിയോഗിച്ചാണ് നിയമനം നൽകിയതെന്ന്, ഈ പറഞ്ഞ നിർദ്ദിഷ്ട യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ. എന്ത് പ്രത്യേക അധികാരം? ആശ്രിത നിയമനത്തെ ഡിഫൈൻ ചെയ്തിട്ടില്ലേ? ക്യാബിനറ്റിന് എന്തും ചെയ്യാൻ കഴിയുന്ന ഭൂരിപക്ഷമുണ്ട് എന്നതിന്റെ പേരിൽ ക്യാബിനറ്റിന് എന്തും ചെയ്യാമെന്നാണോ? അപ്പോൾ ഭരണകക്ഷി MLAയുടെ കുടുംബത്തിന് മാത്രമേ ഇത് ബാധകമായിട്ടുള്ളൂ? പ്രതിപക്ഷ കക്ഷി MLAമാർ പലരും മരണപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും ഗതി കണ്ടില്ലല്ലോ. ഒരു ക്യാബിനറ്റ് നോട്ടുണ്ട്. ഒരു മന്ത്രിസഭയുടെ ഡിഗ്നിറ്റിയെ സംബന്ധിച്ച് നമുക്കറിയില്ലേ? ആ മന്ത്രിസഭ തീരുമാനമെടുക്കണമെങ്കിൽ അവിടെ ഒരു അജണ്ട ഉണ്ടാകണ്ടേ, ഒരു പേപ്പർ ഉണ്ടാകണ്ടേ, ഒരു അജണ്ട നോട്ട് കൃത്യമായി പ്രോപ്പർ ചാനലിലൂടെ വരണ്ടേ? അതൊന്നുമില്ലാതെ 10-20 പേര് കൂടി ഇരുന്നുണ്ടെങ്കിൽ തീരുമാനിച്ചാൽ ഞങ്ങൾ മന്ത്രിമാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുമാകാം എന്ന ധിക്കാരത്തിൽ ഇപ്പോ ഈ ഉത്തരവ് ഇതൊരു എന്താണ്, ഈ ഇപ്പം സുപ്രീം കോടതി കൂടി ശരിവെച്ചതോടെ ഇതൊരു താക്കീതായിട്ട് സർക്കാർ എടുക്കും നിയമനത്തിന്റെ വിഷയത്തിൽ നിന്ന് താങ്കൾ കരുതുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് താക്കീതല്ല, ഇത് തിരിച്ചടിയല്ലേ? ഇത്തരത്തിൽ താക്കീതായിരുന്നെങ്കിൽ അത് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച അവിടെ വെച്ച് അവസാനിപ്പിക്കണ്ടായിരുന്നോ? മാത്രമല്ല, നോക്കൂ, ഇത്തരത്തിൽ നിയമനം കൊടുത്തതിനെ ഹൈക്കോടതി വരെ തെറ്റാണെന്ന് പറഞ്ഞിരിക്കുമ്പോ, ഹൈക്കോടതി തെറ്റായെന്ന് പറഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ പോയത് സർക്കാർ എന്തിനാ പോയത്? എന്തുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥി പോയില്ല, അല്ലെങ്കിൽ ഈ ജോലി കിട്ടിയ ആൾ പോയില്ല? അപ്പൊ സർക്കാർ എന്താണ്, സർക്കാർ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്? അപ്പോൾ ഇതിനെല്ലാം ഏറ്റ കനത്ത പ്രഹരമാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അനുഭവിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. പക്ഷെ മറ്റൊന്നുകൂടിയുണ്ട്. ഇത് എങ്ങാനും സർവൈവ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കാലം നടത്തിയിട്ടുള്ള പിൻവാതിൽ നിയമനം പോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥിരം നിയമനങ്ങളും ലീഗലൈസ് ചെയ്ത് കിട്ടാനുള്ള, അല്ലെങ്കിൽ പിൻവാതിലൂടെ, അല്ലെങ്കിൽ ക്യാബിനറ്റിൽ വെച്ച് ആർക്കും ജോലി നൽകാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിപ്പെടുമായിരുന്നു. തീർച്ചയായിട്ടും ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതിനെതിരായി നിന്നു. നിയമത്തിന്റെ നൂലാമലകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന വിധി അത് സർക്കാരിനേറ്റ പരാജയമാണ്, സർക്കാരിനേറ്റ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയെങ്കിലും കണ്ണു തുറന്നാൽ മതിയായിരുന്നു. ശരി, നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല.